നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 406th day. Today 6th chapter 6th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 406 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ദൂരേ ഹരികഥാ കേചിത് ദൂരേ ചാച്യുത കീർത്തന സ്ത്രിയശൂദ്രാദയോ ഏച തേഷാം ബോധോ യദോ ഭവേത്. ദൂരേ ഹരികഥാ കേചിത് ദൂരേ ചാച്യുത കീർത്തന സ്ത്രിയശൂദ്രാദയോ ഏച തേഷാം ബോധോ യദോ ഭവേത്. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രീമദ് മഹാഭാഗവത സപ്താഹം നടത്തുമ്പോൾ എല്ലാവരെയും, ബന്ധുക്കളെയും മറ്റു അറിയുന്നവരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ക്ഷണിച്ച് വരുത്തണം. ഇങ്ങനെ സപ്താഹമുണ്ട്, എല്ലാവരും ഇവിടെ കുടുംബസമേതം വരണം എന്ന് പറയണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ പലർക്കും ഭഗവാന്റെ കഥ കേൾക്കുവാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. അച്യുതൻ്റെ കഥ കേൾക്കാനും അച്യുതനെ കീർത്തിക്കുവാനും വിമുഖരായിരിക്കും പല ജനങ്ങളും. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്കെല്ലാം ഈ സപ്താഹം കേൾക്കുന്നത് കൊണ്ട് ആ ഭഗവാനിൽ ഒരു താല്പര്യമുണ്ടാകുകയും അതുകൊണ്ട് ആത്മബോധം ലഭിച്ച് പരമാർത്ഥമായ ആ മോക്ഷം ലഭിക്കുകയും ചെയ്യാൻ ഈ സപ്താഹം നടത്തുന്നവരും സപ്താഹം പാരായണം ചെയ്യുന്നവരും സപ്താഹം സംഘടിപ്പിക്കുന്നവരും ശ്രമിക്കണം. അതിനുവേണ്ടി തന്നെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ച് വരുത്തണം. അതിൽ പ്രത്യേകമായിട്ട് സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഉള്ളവർക്ക് പൊതുവെ ജന്മന ഇതിൽ വ്യത്യാസമുള്ളവരുണ്ടായിരിക്കും. എന്നാൽ സാധാരണയായിട്ട് പറയുന്നത് സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കുമൊക്കെ, ശൂദ്രന്മാർ എന്നാൽ ദാസവൃത്തി ചെയ്യുന്ന താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള മനസ്സുള്ളവരെയാണ് പറയുന്നത്. അതേമാതിരി സ്ത്രീകളെപ്പോലെ എപ്പോഴും കുടുംബവും അടുക്കളയുമായി കഴിയുന്നവർക്കും ഈ ഹരികഥ കേൾക്കുവാനോ ഭഗവാൻ നാമം ഉച്ചരിക്കുവാനോ ഭഗവാന്റെ കഥകൾ കേൾക്കുവാനോ ഭഗവാനെ കീർത്തിക്കുവാനോ ഒന്നും സമയവും താല്പര്യവും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ക്ഷണിച്ച് വരുത്തി സപ്താഹം കേൾക്കുവാൻ ഇടയാക്കണം. അപ്പോൾ അവർക്ക് അതിലൊരു താല്പര്യമുണ്ടാവുകയും അങ്ങനെ ആത്മബോധം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ഇങ്ങനെയുള്ളവരെ ക്ഷണിക്കണം. സപ്താഹം നടത്തുമ്പോൾ ഒരു നല്ല നാൾ കണ്ട് അതിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം സപ്താഹ കർത്താക്കൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ് സനകാദികൾ. ശ്ലോകം ഒരിക്കൽ കൂടി. ദൂരെ എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല എന്നുള്ള, വളരെ ദൂരത്തിൽ എന്നല്ല, ഭഗവത് കഥകളിൽ താല്പര്യം ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. വിമുഖന്മാരായിട്ടുള്ളവരെയാണ് ദൂരെ. ദൂരേ ഹരികഥാ കേചിത് ദൂരേ ചാച്യുത കീർത്തന സ്ത്രിയശൂദ്രാദയോ യേച തേഷാം ബോധോ യദോ ഭവേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.